നാം ആയിരിക്കുന്ന ഈ ഇടങ്ങളിൽ അല്പനിമിഷങ്ങൾ നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ദിവസങ്ങളായി നമുക്ക് ഈ സൂമിലൂടെ സൺഡേ സ്കൂളിന്റെ വിവിധ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാനും ദൈവവചനം പഠിക്കുവാനും ഒക്കെ കർത്താവ് അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നതായ ട്രാൻസ്ഫോമേഴ്സ് എന്ന മീഡിയയുടെ പ്രവർത്തകരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവര് ചെയ്യുന്നതായ പ്രോഗ്രാമുകൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന്, ഈ കാഴ്ചക്കാരായിരിക്കുന്ന ഇതിലൂടെ വീക്ഷിക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനോട് ഒരു പടി കൂടെ അടുക്കുന്നതിന് ഈ ശുശ്രൂഷകൾ മുഖാന്തരമായി തീരട്ടെ. കണ്ണുകൾ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകം വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് മുഖാമുഖമായി കണ്ട ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ വചനം പഠിക്കുവാനും ഒന്നുമുള്ളതായ സാവകാശം ലഭിക്കാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കി തന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ ദൈവകൃപയിൽ വളർത്തിയെടുക്കുവാൻ, ദൈവവചനത്തിൽ അവരെ ഉറപ്പിക്കുവാൻ ഇന്ന് ഈ ദിനം വരെ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, ഈ സൂം ആപ്ലിക്കേഷനിലൂടെ ഇന്ന് പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ വലിയ സാന്നിധ്യവും കൃപയും അങ്ങ് പകരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാൻ ഞങ്ങളോട് ഒപ്പമായിരിക്കുന്നതായ വാത്സല്യ സഹോദരങ്ങളെ കുടുംബമായി പേരുപേരായി എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപയോട് പരിശുദ്ധാത്മാവിന്റെ നിറവോട് അക്കാര്യാദികൾ അവതരിപ്പിക്കുവാൻ അവരെ ശക്തീകരിക്കുമാറാകണമേ കർത്താവേ. അതിൻ്റെതായ നിലകളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും സ്വർഗം കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം, എല്ലാ അധ്യാപകർക്കായും സ്തോത്രം, സഹശുശ്രൂഷകർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ സൂമിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല കുഞ്ഞുങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുവല്ലോ. എല്ലാവർക്കും ഇത് അനുഗ്രഹമാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. സമ്പൂർണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. Thank you, Pastor Uncle. Praise the Lord. കുഞ്ഞുങ്ങൾ എല്ലാവരും സന്തോഷമായി ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിക്കേ. കുഞ്ഞുങ്ങൾ എല്ലാവരും എന്ത് ചെയ്യേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? എല്ലാവരും സന്തോഷമായിരിക്കുന്നതിൽ വിശ്വസിക്കുന്നു. പിന്നെയും ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടെ ഈ സൂം ആപ്ലിക്കേഷനിലൂടെ സൺഡേ സ്കൂളിന്റെ കോമൺ മീറ്റിംഗ് ആയിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ച കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ വിലയേറിയ ദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. വിശേഷാൽ നമ്മുടെ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ രാജു ജോൺ പാസ്റ്ററിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററിനെ ഈ സൂം മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ കുര്യൻ ജോൺ പ്രിയ അച്ഛനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സൂം മീറ്റിംഗിൽ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. പ്രിയ കുര്യച്ചാനെയും ഈ കൂടിവരവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും അറിയുന്ന പോലെ ഇന്നത്തെ നമ്മുടെ കോമൺ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നയിക്കുന്ന ഒരു ടീമാണ്. ആ ടീം മെമ്പേഴ്സിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പാസ്റ്റർ റീനി വെസ്ലി ആൻഡ് ബ്രദർ സാം സ്കറിയ ആൻഡ് പ്രിറ്റി സാം, അതുപോലെ തന്നെ ബ്രദർ സോളമൻ, അതുപോലെ തന്നെ ബ്രദർ റീനി ജോസഫ് ആൻഡ് പ്രിജോ എബ്രഹാം. ഇവരെ ഇത്രയും പേരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെയും ഞങ്ങൾ ഈ ഞങ്ങളുടെ കോമൺ സൺഡേ സ്കൂൾ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോ പ്രോഗ്രാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ബഹ്റൈൻ ബഥേൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ പുത്രികാ സംഘടനയിൽ ഒന്നായ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായ രീതിയിൽ നടക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സൺഡേ സ്കൂളിന് ചുമതല കൊടുക്കുന്ന ഓരോരുത്തരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
അതുപോലെ തന്നെ ഇന്ന് ഈ സൂം ആപ്ലിക്കേഷനിൽ പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഈ സൂം ആപ്ലിക്കേഷനിൽ ഞങ്ങളോട് ഒന്നിച്ച് ആയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം അവരെ സുരക്ഷിതമായി കാത്തുപരിപാലിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ഈ കൂടിവരവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് 1.5 hours നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ടീം നമുക്ക് വേണ്ടി ഓരോ പരിപാടികൾ അവർ അവതരിപ്പിക്കും. അതിനകത്തില് ഫൺ പ്രോഗ്രാം ഉണ്ട്, സോളോ ഉണ്ട്, പപ്പറ്റ് ഷോ ഉണ്ട്. എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമും നമുക്ക് എൻജോയ് ആയി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ പ്ലാറ്റ്ഫോം hand over to Prijo Abraham. Thank you Acha, thank you so much. Praise the Lord. Greetings to all in the matchless name for Lord and Savior Jesus Christ. On behalf of Transformers, I thank everybody, especially Bethel Pentecostal Church, Bahrain, for giving us this opportunity. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം ദൈവം തന്നതിന്. പ്രത്യേകിച്ച് രാജു പാസ്റ്റർ, കുര്യൻ പാസ്റ്റർ, ജോബച്ചാൻ, സോയിച്ചാന്, ഇവരെല്ലാം അതിന്റെ മുഖാന്തരം ദൈവം ഒരുക്കി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank you all and I welcome each one of you to this one day VBS. Thank you so much for being part of it. Hi friends. Hello. Is everybody there? Hi. Wow. I'm seeing all the happy faces. Wonderful. It's so glad and so happy to be with all of you. So we are going to enjoy the next 1.5 hours in the presence of God. Are you all happy? Yeah? Oh, okay. Now, since I cannot hear you saying yes or no, okay, what we are going to say is, when I ask you, are you happy or are you ready? What are you going to do? You're going to take both your hands, you're going to round it up like this, and you're going to say, oh, yes. I saw Joanna doing like this. Oh, and one punch. No. We are going to do it like this. Oh, and it's a yes. Okay, are you ready? Oh, yes. Come on. I want everyone, all the friends to do. Yeah. Come on. Arona, Abel, Nancy. Wow. Come on. You guys are doing great. Are you ready? Oh, yeah. That's good. Right. So before we go into the music and the games and the lesson and the memory verse, I want to give a high five to everybody. How are we going to give a high five? Give me a high five. Come on. Let me see. Oh, people are going to hit the camera and break it out. Okay, now let's see. Okay, this is a special kind of a high five. Okay, it is called Zoom high five. What is it called? Zoom high five. Okay, we are doing the platform in Zoom, so it's called Zoom high five. Okay, so when I ask you to give me a high five, you take your right hand and you push it to the camera. Okay, so give me a high five. Wonderful. Okay, don't break your camera, but give me a high five. Wow. Okay, I want to see Pastor Uncle also doing it. Pastor Uncle Pastor Uncle high five and then wow, to the camera. Come on. Oh yeah. Okay, thank you so much. Wonderful. Okay, so we are going into the next 15 minutes of music and fun. We're going to have so much of fun. So I invite our brother Sam and Priti Chechi for that. Come on, guys. May God bless you. Hello, everybody. Hello. Hi. A very good morning to all of you. It gives us great joy to be with all of you. Thank you, Bethel Pentecostal Church, and thank you, Pastor Uncle. Thank you, Raji Pastor Uncle. And I would like to also extend our hi to our cousin brother, Sanu Chetan and his family. It is truly a privilege for us to be here. All right, so it's going to be a fun day. It's going to be an exciting day. Are you all excited? So the first thing that we'll be doing is, come on, switch on your camera. You know, we all want to see your beautiful faces. You know, it doesn't matter. Come on, switch on your camera. Aksa and Ann, please. Aksa and Ann, can you switch on your camera, please? Galaxy J2 Pro. PK. You look so beautiful. Galaxy J2 Pro. You look so beautiful. Yeah, wonderful. Aksa and Ann, you are also looking beautiful. Wow, great. Awesome. All right, let me pick up some more people. Jaren Daniel. Oh, wow. Jaren Daniel, you look so handsome, brother.
Bertina, Nancy, Natasha. Wow, I can see you. Come on, switch on your camera. Jacob Kurian, Sabu, Irene, Ann. Come on, switch on your camera, guys. Alan Shibu, Jarin, Esther and Ivana. Wow, awesome. Awesome, awesome. Great. Esther and Ivana, Irene. Come on, I can see some of you guys still haven't switched on your camera. Can you please? Awesome, awesome. Great. Perfect. So our team will keep on monitoring all of you to make sure that your cameras are on. So I'll ask Prijo Chachan to do that. Prijo Chachan, make sure to ask people to turn on their camera. If they do, turn it off. Right, Acha. You got it. Done. Awesome. Awesome. Perfect. So it's gonna be a fun day. This is Sam and this is my wife, Pretty. Hi. Yeah. So glad to be part of Team Transformers, and we're gonna be stepping into a zone known as Music Zone. Come on, shout it out and say Music Zone. Music Zone. Come on, guys. I wanna see you react to it. Come on, Music Zone. Music Zone. Music Zone. Awesome. Great. Perfect. All right. So what are we gonna do in it? We'll be learning a new song. So how many of you miss your native place, your hometown, Kerala? How many of you miss it? I miss it terribly. Because we are from Mumbai, so we do miss it terribly. Yeah, awesome. So how about we'll make sure that we don't miss our native land, our homeland. So we'll be learning a song in Malayalam. Are you excited for that? Wow, are you excited? Come on, guys. I see all of you like this. Oh my God. Smile. Show some excitement. All right, it's gonna be a fun song, Oh wow, who's that? Jeremy. Jeremy is so excited. Yeah. Awesome, great. So let's learn this Malayalam song. I'm gonna share my screen. Host, can you enable me to share my screen, please? Not able to share my screen. Host. Perfect. All right. Let me share my desktop. Here we go. Let us learn this beautiful song. Let me know if you're able to see this. Okay. Can you see my screen? Perfect. All right. So let me. All right. So the song is sing after us. Okay. Ennil nirayum aanandam. Sing along with us. Ennil nirayum aanandam. എന്നിൽ നിറയും ആനന്ദം എന്തൊരു സന്തോഷം എന്തൊരു സന്തോഷം എന്നിൽ വളരും നന്മകളും സുന്ദരമേ ജീവിതം സുന്ദരമേ ജീവിതം. Wow, can you pat your back? Come on, place your hand like this and pat your back and say good job. Awesome. Yeah. Next. All right. After that, it's ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ. Come on, guys, all of you. ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ. ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം. ദൈവം എന്റെ സദ്ഗുരുവായി കൂടെ ഉണ്ടെന്നും. അടിപൊളി. Super. You guys are awesome. Next, this is our, this is the punchlines. Okay, say my steps are ordered. 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 My steps are ordered.
now tell me, അച്ചാച്ച ഒന്ന് മതിയാക്ക, ഇനിയും മുമ്പോട്ടൊന്ന് പോ. മതിയായി. All right, my steps are ordered. My steps are ordered. My steps are ordered. My steps are ordered by the Lord. All right. So it's a beautiful song, and നമുക്ക് ആദ്യമേ ഈ പാട്ട് പഠിക്കാം. We'll see the melody of the song, okay, and then we'll move into the actions, okay? All right. So ഞങ്ങൾ കൂടെ പാടണം, okay? എന്നിൽ നിറയും ആനന്ദം, എന്തൊരു സന്തോഷം, എന്നിൽ വളരും നന്മകളും, സുന്ദരമീ ജീവിതം. Come on. എന്നിൽ നിറയും ആനന്ദം, എന്തൊരു സന്തോഷം, എന്നിൽ വളരും നന്മകളും, സുന്ദരമീ ജീവിതം. Okay, now is that clear? Perfect. Now we move into the next part. ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെയുണ്ടെന്നും. ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെയുണ്ടെന്നും. My steps are ordered, my steps are ordered, my steps are ordered by the Lord. My steps are ordered, my steps are ordered, my steps are ordered by the Lord. അടിപൊളി പാട്ടാണോ? ഇഷ്ടപ്പെട്ടോ? സിമ്പിൾ പാട്ടല്ലേ? എല്ലാവരും ഒന്ന് തംസ് അപ്പ് ഇട്ടേ. അടിപൊളി. ഇനി ഞാൻ ഈ സ്ക്രീൻ ഒന്ന് മാറ്റിട്ട് we'll move away from the screen. All right. Okay. Perfect. So now what we'll be doing is, we'll be doing the actions. Okay. And their wife, my pretty Chechi, she will be teaching you the actions. So are you excited for the actions? All right. So here we go. Come on. How do you say, oh yes? Roll your hands like this. Oh yes. Come on. Do it again. Are you excited? Oh yes. Aaron Mohan ഒന്ന് ചെയ്തേ ഇങ്ങനെ. Oh, Aaron Roshan, come on. Yes, അടിപൊളി. Super. Okay. Now let's do the action. Here we go. ചേച്ചി ഞാൻ പാടും, ചേച്ചി will do the actions. Okay? Here we go. Okay. എന്നിൽ നിറയും ആനന്ദം, എന്തൊരു സന്തോഷം, എന്നിൽ നിറയും നന്മകളും, സുന്ദരമീ ജീവിതം. Once more. Okay. എന്നിൽ നിറയും ആനന്ദം, എന്തൊരു സന്തോഷം, എന്നിൽ നിറയും നന്മകളും, സുന്ദരമീ ജീവിതം. Okay. Next. ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ നടത്തുന്നു തന്റെ പാതകൾ, ദൈവം എന്നെ ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ അല്ലെ? യാ, ദൈവം എന്നെ ഒരു മിനിറ്റ്. ഓക്കെ. ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെ ഉണ്ടെന്നും. ഓക്കെ. ഹിയർ വി ഗോ. ദൈവം എന്റെ ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം. ഓക്കെ. ഹിയർ വി ഗോ. ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം. ഒരു മിനിറ്റ്. യാ. ഓക്കെ. Achacha, Yeah. Can we do the actions by sitting down? ഞങ്ങൾക്ക് ഇരുന്നോണ്ട് ആക്ഷൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. You can't do that. കൂട്ടുകാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. Come on. നിങ്ങൾ എവിടെയാണ്? Come on, stand up. Right.
എല്ലാരും എഴുന്നേറ്റ്. Wow, wonderful. Alvin Matthew ചിരിച്ചോണ്ടിരുന്നേ. Come on. Wonderful, wonderful, wonderful. Right. See, everyone is very smart. Everyone is jumping up. Right. Achacha, are you ready? Yeah. Okay, Right. so Ashatan will sing and I'll do the action. Okay. But I can't do both. Okay? So you guys have to follow me in the action. Are you ready? I hope you are. Okay. Come on. ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെയുണ്ടെന്നും, ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെയുണ്ടെന്നും. My steps are ordered, my steps are ordered, my steps are ordered by the Lord. My steps are ordered, my steps are ordered, my steps are ordered by the Lord. My steps are ordered, my steps are ordered, my steps are ordered by the Lord. My steps are ordered, my steps are ordered, my steps are ordered by the Lord. Okay, simple ആയിരുന്നോ? ആക്ഷൻ സിമ്പിൾ ആയിരുന്നോ? സിമ്പിൾ അല്ലേ? നമുക്ക് ഇനി എല്ലാവർക്കും ഒരുമിച്ച് ഈ പാട്ട് പഠിക്കാം. ഓക്കെ, ഹിയർ വി ഗോ. നമുക്ക് ചേച്ചിയുടെ ആക്ഷൻ ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആക്ഷൻ ചെയ്യണം. ഓക്കെ, ഹിയർ വി ഗോ. ലെറ്റ്സ് ഗോ. എന്നിൽ നിറയും ആനന്ദം, എന്തൊരു സന്തോഷം, എന്നിൽ നിറയും നന്മകളും, സുന്ദരമീ ജീവിതം, എന്നിൽ നിറയും ആനന്ദം, എന്തൊരു സന്തോഷം, എന്നിൽ നിറയും നന്മകളും, സുന്ദരമീ ജീവിതം, ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെയുണ്ടെന്നും, ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെയുണ്ടെന്നും. My steps are ordered, my steps are ordered, my steps are ordered by the Lord. My steps are ordered, my steps are ordered, my steps are ordered by the Lord. Okay, perfect. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ഷൻ അറിയാലോ. നമുക്ക് ഇനിയും പാട്ട് ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യുന്നതായിരിക്കും. We'll do the actions together. Okay? എന്തൊരു സന്തോഷം, എന്നിൽ വളരും നന്മകളും, സുന്ദരമീ ജീവിതം, എന്നിൽ നിറയും ആനന്ദം, എന്തൊരു സന്തോഷം, എന്നിൽ വളരും നന്മകളും, സുന്ദരമീ ജീവിതം, ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെ ഉണ്ടെന്നും, ദൈവം എന്നെ നടത്തുന്നു തന്റെ വഴിയിൽ, ദൈവം എന്നെ ശീലിപ്പിക്കും തന്റെ പാതകൾ, ദൈവം എന്റെ ഉള്ളിൽ നൽകും തന്റെ വചനം, ദൈവം എന്റെ സദ്ഗുരുവായി കൂടെ ഉണ്ടെന്നും. My steps are ordered, my steps are ordered, my steps are ordered by the Lord. My steps are ordered, my steps are ordered, my steps are ordered by the Lord. My steps are ordered.
steps are ordered, my steps are ordered by the Lord. My steps are ordered, my steps are ordered, my steps are ordered by the Lord. Perfect, perfect. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? പാട്ട് ഇഷ്ടപ്പെട്ടോ? All right. പാട്ട് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു പാട്ട്. Yeah, can you put up a thumbs up? Yeah, എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇങ്ങനെ. Oh, yes, അടിപൊളി. So now we will be going into the word zone, okay? So ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ച പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ what you have to do is you have to do the action of the song and send us some videos, okay? Send the videos to your Sunday school teachers. Send us some videos. We want to see you dance, okay? All right. So now we'll be moving into the word zone, okay? Now you can be on your seat, ellarku irikam, and make sure that you are listening to us, okay? Perfect. Hello guys. I hope you're all doing good. How are you? Keep a thumbs up, okay? You can also put your answers in the chat box so that I can see it, okay? All right. So today we are going to learn about how the gospel, how the word of God is my like school, okay? So we are going to learn about how God is our teacher. So I want to ask you all something. I think all of you have a favorite teacher in your classroom. Do you not? Yeah? Can you just send me the name of your favorite teacher? Can you do that? Can you chat? Yeah? The name of your favorite teacher. I need you to be responsive. If you don't be responsive, how will I be able to teach you? Okay? I need you, anyone, to name the favorite teacher of yours. Any favorite teacher. Guys, you're not responsive. This will not do. I need you to respond to my questions. I think everyone is okay with English. Do you want me to speak in Malayalam? Okay, good. So Prita Abraham said Mariama ma'am. Joanna said Florence teacher. Adonia said Ranjita teacher. Very good. So that means you all have your favorite teachers, yeah? When you used to go to school, you had a lot of favorite teachers and you loved to be around them. And when they used to come to your class, you used to enjoy their company, yeah? So in the same way, we all have a favorite teacher. Now, I want to picturize in your mind about God being your teacher. Now, how is that going to be? That's going to be a bit different, yeah? I did a little drawing for you. God, my teacher. Okay? So the first thing we are going to see today is how God is our teacher. Can we picturize God to be our teacher? It's difficult, yeah? But we are going to learn it, how he is a teacher to us. Okay, so when we look at our teachers, there are different teachers for different classes. So we have got science, we have got maths, we have got social studies, we have got all sorts of subjects. So the teacher who teaches you maths will not be able to teach you science, yeah? The teacher who teaches you science will not be able to teach you social studies. So every teacher is a specialist in their own field, okay? So if I teach maths, if you ask me to teach social studies to other students, I'll be like, I'm a bit confused, I will not be able to teach. But the beautiful fact about our God teacher is that he is perfect in all knowledge and in all wisdom. Be it related to school, be it related to college, be it related to university, anything and everything, he knows it all. Why? Why do you think God knows it all? Because he is the creator of it all. Okay? So the universe that we see around us, who created it? God created it. So we humans are just people who are actually looking at the universe and studying, oh, this is what is happening. This is what is happening. Sun is so much far away from us. Moon is so much far away from us. What are we doing? We are just studying the universe that was created by God. Okay? So the creator is much more intelligent than the creation, yeah? If I create something, if I make
okay, I create a watch. So I will be more intelligent and I will be more functional and I will be more intellectual than my watch, right? In the same way, the person who created us is God, and he is very much knowledgeable in all sorts of wisdom, in all sorts of understanding. So that's a plus point about our God teacher compared to our school teachers, okay? Next, when we look at our school teachers, we can see that when they teach us, they are partial to some people and partial to, impartial to others. When I was a kid, I used to hear my friends saying and everyone complaining that my teacher is very impartial with me. She does partiality with such and such students, and I don't like it. And whenever I come in front and whenever I say that, I know this answer, she doesn't listen to me, she doesn't mind me, and all sorts of stuff. Why do we say that? Because almost all teachers, almost all human beings, have this tendency of partiality. We love someone, and when we like someone, we tend to give them more preference than others. Okay, so if I were a teacher and if I had say 10 students, and if one student was more responsive and more active than the other student, I would always ask that student to do work for me. Yeah, I would always give that student a special place in my heart and a special place in the class, and I would want that student to be the class representative and all. Yeah. Okay, so we all feel partial, impartial when our teachers deal with us. But you know what the good quality for our God is? He's an impartial God. He's an impartial God. He doesn't do partiality with anyone. He has a lot of children of his own. Everyone has different kind of attitudes. Some are not that open. Some are obedient. Some are disobedient. But God, how does he deal with everyone? He deals with everyone in the same way. He doesn't do partiality. He doesn't say, okay, this child is obedient, I will only favor this child. No. He does. He treats everyone the same way. Okay? So that's another quality about our God. And another thing is he expects right kind of growth from us. Now, if I were to, plant a seed and grow a plant, what would I do? I would actually take a seed and sow it in the soil and then water it every day, keep it out in the sun. If I take care of that plant time and again, what would I expect from the plant? That would grow, right? I would water the plant every day, put manure to the plant, fertilizers to the plant. So I would expect the plant to grow. Yeah, and I would expect one day there would be fruits coming out, there would be flowers coming out. And suppose I keep on watering the plant, I keep on, putting it in the sun and doing all sorts of things, and suppose the plant doesn't grow, then what happens? I'll feel very sad, yeah? I did everything for this plant, I did every possible thing for this plant, and it's not growing. So the same thing happens with God, okay? So he does everything in order to grow us up, and he expects us that we grow positively. Now, what our teachers do to us is that they teach us something, okay? Again, I'm showing you this picture because they teach us certain things, but they don't make sure that we practice it. For example, I'll quickly tell you an example. Our teachers tell us, okay guys, you need to wash your hands before having food, you need to wash your hands after having food, you need to wash your hands after going to the toilet. They're teaching you all these things, all these moral qualities, but are they actually monitoring you? When you go to your home, are they seeing if you're washing your hands before and after having food? No, right? They're only teaching you. But what our God does is, he not only teaches us, but helps us to put it into practice. If he's teaching us, okay, you need not lie, then he's helping us not to lie, okay? That's the kind of a teacher God is. Next thing, he not only works with us, he trains us, but also guides us. Okay, I'll go one by one. So, our teacher is a special teacher. He works with us, he trains us how to do things, and he guides us. Guides us in what? In our life, there are a lot of decisions that we have to make, a lot of things we are confused about. Should I be doing this? Should I be doing that? Is this right? Is this wrong? Should I be taking this as a stream for me? Should I be taking commerce? Should I be taking science? And all sorts of decisions like that. What our teacher does is he guides us in our life. He tells us what decision is best for our life. Okay? He points out our weakness. He tells, okay, my child, this is something that you have a weak point in yourself. Okay? You need to develop that. And he just doesn't point out our
our weakness, what he does is he encourages us. He tells us, you can do this. I believe in you. You can do this. Okay? And he is a good mentor overall. So that is what we learned about God, our teacher, because he is a perfect teacher in all. He doesn't do impartiality. He doesn't do partiality. I'm sorry. He doesn't do partiality. He's an impartial teacher. He knows all sorts of wisdom, all sorts of understanding and everything. And you know what? This is a take-home message from me for you. You know, the word of God says the fear of the Lord is the beginning of all knowledge. You know, it's an additional message from my side to you. If you fear God in your personal life, you know what? You will have all sorts of knowledge for you in your life. The fear of the Lord itself will bring a lot of knowledge in you, you know, because he himself all knowledge. Okay, so we'll go on to the next quality of God. Next attribute of God is that he is a complete examiner. Now what God does is he examines what standards his students are keeping in about what is being taught. He teaches us, okay, you should not be jealous. Now what he does is we ask God, once we learn something, we pray to God, God help me not to be jealous, Lord take away jealousy from me, take away jealousy from me. But that's not going to happen that way. You know, us just saying, God take away that from me is not going to happen. What God does is, God will put us in such a situation, okay? Our friend will be sitting right in front of us. That friend will be having something that we do not have, something that we always dreamed about, you know, a special kind of a toy, a special kind of a bag that we always wanted. And when we look at that child, we'll feel, okay, I should have got this before that person. God, why didn't you give me this? Lord, I deserve this more than that person. And we start feeling jealous. What are we supposed to do at that moment? We are supposed to ask God, God help me. You taught me not to be jealous. I need your grace to overcome this jealousy. I need you to stop these thoughts from coming into my mind. And then what you need to do is that you need to remember all the things God has done in your life that you have and that others don't have. Okay? So when you start thanking God for every good thing that you have in your life, what will happen? Slowly those thoughts are going to go away. So this is how God puts you into tests and checks if you are practicing what you learned. If you are not being jealous when you learned, that jealousy is not good. Okay? The second thing is, when we go through an exam in our daily school, what do we see in that? What do they actually check in that examination? They check our intellectual ability, how much we have learned. So we know that 2 plus 2 is equal to 4, 1 plus 1 is equal to 2. Okay, 4 divided by 2 says 2. So that's all our intellectual ability. We know that all in theory. You know, theory is different, practical is different. You know, God does not test our theory. What does he do? He tests our practical side. You know, he wants us to practice what we learn. Next thing, he puts us into tests so that we are perfect. You know, God wants us to make perfect like he is. God is perfect and we are currently imperfect. What is God trying to do? He's trying to make us like himself, perfect. Okay? So that is how he is a complete examiner. The third part about God is that he's a complete teacher. Okay, normal teachers, what do? They first learn the lesson. Okay, they first study mathematics and then they teach you mathematics. God is not like that. God doesn't need to first learn and then teach you because he's know-it-all. He knows everything. He's complete in all sorts of wisdom and understanding. So it's different, okay? The world has limited knowledge. Now, just a quick example I want to give you. Long back, people thought that the world is straight, the world is flat, okay? Because when they looked at the world, they thought that the world, has flat roads and everything just goes on and on and on. So probably the world is infinite, it's flat. What happened? A person called Columbus, he just came up with an idea. Okay, I think I should travel the world. And he started from a certain point and he traveled. What happened? He came back to the same point. That's when he realized, okay, the world is not flat, it's round. Okay, this is a set story. We do not even know if it's true, but that's what I was being taught when I was in school. So then people started understanding, okay, the world is not flat, it's round. Then people did research. Then they found out the world is actually not round. It is round and it's bulging at the equator, it's flat at the poles, and so on and so forth.
So, what I want to tell you is today what the world tells you is incomplete knowledge, because it will keep on changing as times go by. When I was small, I learned there are only 9 planets in our solar system. Right now, if you search, there are more, much more, 13 planets, 12 planets, so many more. You know, what people say today will not be what people say tomorrow. But what God says today stays the same even after years and years. Okay, so that means God is utmost in wisdom. He perfects us with trials. He imparts absolute knowledge. So this is about God, my teacher. Now the next thing we are going to do, if God is my teacher, what am I? I'm a student, yeah? What am I? I'm a student. This is a picture of a beautiful student, yeah? Okay, so what is a student supposed to do? A responsible student. A student is supposed to live a responsible life. Why responsible? If my teacher has taught me something, I'm responsible to follow what my teacher has taught me, to follow the things that are being taught, okay? So I need to be a responsible student. If I'm an irresponsible student, what will I do? My teacher is teaching me something and I'm looking at something else, and I'm thinking about something else, and I want to do something else. I'm not a responsible student. Okay, the teacher will not like me. If the teacher has to like me, I need to be a responsible student. If the teacher is giving me a responsibility, I need to carry it out. Okay, so the next thing is I need to be an obedient student. So what does obedience show us? It's a declaration of faith. There was once upon a story which said, okay, a boy was standing at the top of a tower, and his father was standing beneath, and the tower was on fire. Okay, someone has switched on their mic. I request you to just keep it muted. Okay, so the boy was standing at the top of the building, and the father was standing, right at the, base of the building, and the building was on fire. So the dad is asking the child to jump from the top of the building, and the child is saying, "Oh my God, my father has asked me to jump from the top of a building. What am I supposed to do?" So the father says, "Child, trust in me, and you jump. I will hold you." What the child does is, he knows that it's scary. He knows he can, risk his life. He can be dead the next moment. But what does he do? He trusts his father. What does he do? He jumps off from the building. And what is actually happening? His father is standing there with a cushion sort of thing, and when his child falls, he is falling into safe hands. That is what is called trust. The child may not be able to see what is there down below. The child must be saying, okay, maybe I'll get killed. Maybe my dad will not be able to hold me. But what does the child do? Even though he is not able to see the solution, he trusts his father. And that is what we are supposed to do. We may not see the solution of a problem that we are going through, but what are we supposed to do? We are supposed to trust our father, trust our teacher. And who is he? He is our God. If we obey him, that means we are giving him a proof that we believe in him. Okay? The third thing is, we need to be a trustworthy student. How do we be a trustworthy student? It's a matter of pride for any teacher. When I give a task to somebody and my student does it very well, that student becomes my trustworthy student. I can trust my student with anything else. If I have a valuable thing, if I've got a lot of notes, and if I need to go to the bathroom and give over my valuables to someone, okay? So what will I do? Who will I give my valuables to? Will I give my valuables to a thief? Will I give my valuables to a robber? Will I give my valuables to a prisoner? No. I will give my valuables to whom? To someone I trust, yeah? In the same way, we only give our trust to, trustworthy people, and if a student becomes trustworthy for a teacher, what happens is that student becomes the reason for fame of that teacher. That teacher says, "I'm proud of this child." Have you heard of some certain teachers saying about certain students, "You know what? I'm proud of this child. I'm proud of so-and-so." There are so many children out there. Teacher will say, "I'm proud of Crystal because she listens to me. She obeys me." Yeah? Yeah, Crystal, are you listening to me? Yeah? In the same way, the other students, okay? I'm proud of Aaron Roshan. Yeah? What does that make you? That makes you trustworthy. Teacher is trusting in you. Teacher likes you. Yeah? In the same way, we need to be a trustworthy student to whom? To God, our teacher. Now, the last thing that we are going to see is, so we studied about God is our teacher.
we studied about, we are his students. And so what is my textbook? The word of God. Okay? The word of God is my textbook. How is it my textbook? What does our textbook teach us daily? You know, it teaches us maths, it teaches us science, it teaches us language, English, Hindi, and what other languages that we need to learn, Malayalam, whatever. Okay? So in the same way, my Bible, what does it teach me? It teaches me history. How does it teach me history? What happened long ago? What happened in the time of Noah? What happened in the time of Abraham? How did they face their challenges? It is teaching me history. Okay? It is teaching me science. How does it teach me science? It tells me some certain facts about science that people didn't know at that time, and people are still discovering right now. Okay? So it teaches us about science. It teaches about maths. Okay? So many things are there in the Bible. That's why our Bible is our textbook. It teaches us life lessons. How should we behave in such a situation? How should we behave when we are actually facing such a circumstance? Okay? So it's the most influential textbook. If someone asks you, which is the most favorite textbook that you have, you should say, my Bible. Why? Because it has all sorts of knowledge. It is complete within itself, and it's an influential textbook. Okay? It influences me. You know what the specialty about Bible is? If you read an encyclopedia, if you read a story, fairy tale book or any such book, what will you do? You will, merge into the fantasy world of that book. What does Bible do when you are reading to it? It is actually speaking back to you. When I was a child, one of my teachers asked me, why do you read Bible so much? And you know what I said? Because it speaks to me. And my teacher said, oh, you're kidding. The Bible cannot speak to you. I said, do you want to try it? Do you want to give it a try? You yourself will see the Bible speaking to you. My teacher didn't believe in me at that time, but she was amazed with the confidence that I was speaking in. So I questioned her back. So teacher said, okay, maybe you felt like it is speaking to you once or twice, but that can't happen always. But I said, you know what? It's happening always, and that is what is making it real. In the same way, you guys can also answer such questions of your teachers and fellow friends who are unbelievers. You can tell them the Bible talks to us. Okay, the Bible talks to me, and that's why it's special. Okay, it transforms our life. I may be a thief before. I may be a murderer before, but the moment I start reading Bible, it's transforming my life. Okay, so Bible teaches me who I am. So I need to quickly show you something. What do you think this is? This is a mirror, right? When I look at this mirror, what do I find? I see myself. Okay? So what is Bible? Bible is the mirror of God. When we look at the Bible, we can see ourselves. Okay? We can see our mistakes, our flaws, how we actually look in God's eyes. We need not look good in our own eyes or in the eyes of the world. We need to look good in God's eyes. So Bible is basically a mirror which shows, which reflects our face back to us. And it tells us why God loves us. Why does God love us? Because we are His creation, and we are created in His own image and in His own likeness. Why do our parents love us so much? Why does my mama and papa love me? Because I look like them, yeah? Whenever they look at me, they see themselves in me. In the same way, Bible tells us why God loves us. Who am I? Who am I? I'm a child of God. Then Bible tells us who I should be. That is, whenever you are in a public place, you should be confident enough to proclaim that you are a child of God. Okay? You should be confident enough to proclaim that you are a child of God. Okay? Sometimes we are so scared to say that I'm a Christian, I believe in God. Sometimes we are so scared to say that. But when we are a child of God, we should not be scared or ashamed to say that in front of the public or in front of the friends that we have. We should proudly claim, you know what, I'm a child of God. Okay? And we need to live a holy and a faithful life. We need to have divine qualities within us. Now the last point we are going to see is, why am I here? Okay? Why am I here? Why am I in this world? Animals are born, birds are born, fishes are born, and human beings are born. How am I any different from animals? Because animals give birth, are born, they breathe, they eat, they sleep, and ultimately what they do? They die. They don't have a specific purpose in their life. But there is a specific purpose in my life.
because I am created in God's own image and in God's own likeness. God wants me to show others who God is. How can I show others who God is? Through my life, through my actions. Okay? In a certain situation, when things are tempting to me, what am I supposed to do? I'm supposed to show God in my actions, in my life. Okay? So that people will say, oh, this child is really special. God lives in this child. You know, whenever this child comes to me, I really feel so blessed. I really feel so happy. I may be so tensed at that time, but when that person speaks to me, I feel like God himself is speaking to me. So that's the kind of image that we should be showing to others. And finally, we should be role model for others. How can a person be a role model for others? By living a good life, yeah? Yeah? By living a perfect life. People will not want a prisoner to be their role model. People will not want a bad person to be their role model. All people, everyone in this world wants to have a person who is a good person to be our role model. Okay? So, what did we learn today? What are things? A quick recap. First thing, God is my teacher. Okay? He's perfect in all knowledge and in all wisdom. Second, I'm his student. I'm his student. Okay? I need to be responsible. I need to be obedient. And last is, the Word of God is my textbook because it teaches me a lot of life lessons. And if I need to be successful in my life, I need to read the Word of God. Okay? So guys, I hope you understood today's session. I had to take it very fast because of the limitations of time. But right now, Sam Achichan is going to come to us and he is going to teach us a beautiful memory verse. I hope you like it. Okay. Hello, everybody. Hello. How was the word? How was the word? You liked it? Awesome. The universe is our school. And who is our teacher? Who is our teacher? Come on, put it up on the chat box. God is our teacher, right? Who is our student? Who is the student? Yeah, God is our teacher. Good. Yeah, me. Benesha and Adeline says me. Wow, we are the student. And what is the textbook that we have? What is the textbook that we have? Let's see who can answer it first. Bible. Wow. Can you put your hands together? Can you clap? Wow. Good. Awesome. Now, we're gonna learn something, okay? Okay, now listen very carefully. You know, my mom, she gave me bitter gourd. How many of you know bitter gourd? Bitter gourd? Malayalatile pavakya? You know pavakya? Right. My mom gave me pavakya and she also gave me a packet of cheese. What should I choose? Come on, put it up on the chat box. Okay. You know, my mom said you should choose only one. What should I choose? Come on, put it up on the chat box. Cheese. Oh, okay. Cheese. Okay, cheese. Pavakya. Prijo says pavakya. Everyone else says cheese. Okay. By the way, what do you see in this sheet of paper? What can you see? Yeah, everybody else says cheese. Only Prijo says pavakya. Prijo wants me to have a bitter life. Yendo Prijo sare. Yeah, now, what is this person thinking about? What is this? Can you put it up on the chat box? What is he thinking? What is he thinking? Look at the picture. What is he thinking? Put it up on the chat box. Who directs me which way to go? Yes, Benesha and Adeline. Wow, good job. Which way to go? Now this person is so confused. Which way to go? Okay. Now in our life, you know, we have so many choices, right? ഇഷ്ടംപോലെ ചോയ്സസ് ആണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒരു കാപ്പി കുടിക്കാൻ പോയെന്ന് പറഞ്ഞാലും ഒരു ബ്ലാക്ക് കോഫി വേണോ, മിൽക്കിന്റെ കൂടെ ഉള്ള കോഫി വേണോ, കാപ്പുച്ചിനോ വേണോ,
ലാറ്റെ കോഫി വേണോ, എന്തോ ഓപ്ഷൻസ് അല്ലേ, എത്ര ചോയ്സാ അല്ലേ. ബർഗർ വേണമെങ്കിൽ ചീസ് ബർഗർ വേണോ, ചിക്കൻ ബർഗർ വേണോ, ഹാംബർഗർ വേണോ, എത്ര ചോയ്സസാ. ഈ ലോകത്തിൽ ചോയ്സസേ ഉള്ളൂ അല്ലേ. പക്ഷെ നമ്മളെല്ലാവരും കറക്റ്റ് ചോയ്സ് ആണോ എടുക്കുന്നേ? ഇപ്പം നിങ്ങളോട് എല്ലാവരോടും ഞാൻ ചോദിച്ചു, എന്റെ മമ്മി എനിക്ക് പാവയ്ക്കയും ചീസും തന്നു, പക്ഷെ നമ്മളെല്ലാരും എന്താ ചെയ്യുന്നേ? ഞാൻ എന്ത് ചെയ്യും? ഞാൻ പാവയ്ക്ക എടുക്കത്തില്ല, ഞാൻ എന്ത് ചെയ്യും? ചീസ് എടുക്കും. പക്ഷേല് എന്റെ മമ്മി എന്ത് പറയും? മോനെ, ചീസ് ബോഡിക്ക് നല്ലതല്ല അല്ലേ. പാവയ്ക്ക നല്ലത്, പാവയ്ക്ക ബോഡിക്ക് നല്ലതാ. ഇറ്റ് ഗിവ്സ് സ്ട്രെങ്ത്, ഇറ്റ് ഗിവ്സ് ന്യൂട്രീഷൻ ടു അവർ ബോഡി അല്ലേ. സോ അതുപോലെ തന്നെ ഇന്നത്തെ ദൈവവചനം നമ്മൾ പഠിക്കാൻ പോവാ. ഓക്കെ, നൗ ദ മെമ്മറി വേഴ്സ് that we will be learning is, this is what the Lord says. This is what the Lord says. Your Redeemer, the Holy One of Israel, I am the Lord your God, who teaches you what is best for you. നമ്മളെ ലൈഫിൽ ഇഷ്ടംപോലെ ചോയ്സസ് ഉണ്ടല്ലേ. അതെല്ലാം ഈ ചോയ്സസ് ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്തുവാ, വി ടേക്ക് ഗുഡ് ചോയ്സസ്, വി മൈറ്റ് മേക്ക് ബെറ്റർ ചോയ്സസ്. പക്ഷെ ദൈവമാ യേശുപ്പച്ചനാ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് നമുക്ക് എടുക്കാൻ സഹായിക്കുന്നത്. ഹി വിൽ ടീച്ച് us. ഓക്കെ, ലിറ്റിൽ മോർ ക്ലോസർ. ഓക്കെ, അതാണ്ട്. Okay, let me show you much more closer. ഇപ്പം കാണുന്നുണ്ടോ? This is what the Lord says. ഉറക്കെ പറഞ്ഞേ, എല്ലാരും ഉറക്കെ പറഞ്ഞേ. This is what the Lord says. ആരുടെ റെഡീമറാ? Your Redeemer. പറഞ്ഞേ, my Redeemer എന്ന് പറഞ്ഞേ. My Redeemer. ഇങ്ങനെ നെഞ്ചത്ത് കൈ വെച്ച് പറഞ്ഞേ, my Redeemer. My Redeemer. My Redeemer, Holy One of Israel, the Holy One of Israel. യേശുവിൽ എന്തോ പറയുന്നേ? I am the Lord your God. പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. I am the Lord your God, who teaches you what is best for you. അടിപൊളി. നമ്മളെ ലൈഫിൽ ഈ ദൈവവചനം എവിടുന്ന് എടുത്തെന്നറിയോ? ഐസയ chapter 48 verse 17. Okay, എങ്ങനെ? Isaiah 48 verse 17. 4 8 എങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ അല്ലേ? 4 8 1 7. ഒന്ന് ചെയ്തേ, എന്റെ കൂടെ ചെയ്തേ. 4 8 1 7. Okay, Isaiah 48 verse 17. നമുക്കൊന്നിടും റിപ്പീറ്റ് ചെയ്യാം. Can we repeat? This is what the Lord says. Your Redeemer, the Holy One of Israel, I am the Lord your God, who teaches you what is best for you. ഈ മനുഷ്യനെ കണ്ടോ? രണ്ട് വഴിയും മുമ്പിലുണ്ട് അല്ലേ. പക്ഷെ ആ മനുഷ്യന് മനസ്സിലാവുന്നില്ല ഏത് വഴി എടുക്കണം. which way he has to choose. പക്ഷേ ദൈവം ആ മനുഷ്യനെ ഡയറക്ട് ചെയ്യുമ്പോ എങ്ങനെയാ ഡയറക്ട് ചെയ്യുന്നത്? ഈ രണ്ട് വഴിയിൽ ഒരു വഴിയിൽ എന്തുവാ ഉള്ളത്? ഇതെന്തുവാ? വാട്ട് ഇസ് ദിസ്? ഒന്നിട്ടെ, ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഇതെന്തുവാ? ബൈബിൾ. ഗുഡ്. സോ ദൈവവചനത്താൽ ദൈവം നമ്മളെ ഡയറക്ട് ചെയ്യും. ഹി വിൽ ഡയറക്ട് us with the word of God. Okay, സോ എപ്പോഴും ഓർത്ത് വെച്ചോണം. ഇത് നിങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചിട്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഓക്കെ, ഗുഡ് ഇനഫ്. ഒന്നുകൂടെ one last time we'll repeat. Isaiah 48 verse 17. This is what the Lord says. Your Redeemer, the Holy One of Israel, I am the Lord your God, who teaches you what is best for you. Adivoli. Kayadiche. Come on, clap your hands.
അടിപൊളി. ഗുഡ് ചിൽഡ്രൻ. നൗ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെ പോയി? പ്രിജോ അച്ഛൻ, സോളമൻ അച്ഛൻ എവിടെ പോയി നോക്കട്ടെ. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പ്രിജോ അച്ഛൻ ഇനി എന്തുവാ? അച്ഛാ നമുക്ക് ഇവര് വാക്യം പഠിച്ചോന്ന് നോക്കാം. ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും നോക്കിക്കേ. എനിക്ക് തോന്നില്ല, ആരും പറയും തോന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ, ഒന്ന് വിളിച്ചു നോക്കി. ആരെങ്കിലും പറയുന്നുണ്ടോ? അവർക്ക് സമ്മാനം കൊടുക്കാമല്ലോ നമുക്ക്. അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ബോംബെയിലെ പിള്ളേരാ നല്ലതായിട്ട് പറയുന്നത്. അത് വെറുതെയാ. ബഹ്റൈനിലെ പിള്ളേർ ഇപ്പൊ മിടുക്കരായിട്ട് ഇപ്പൊ പറയും. കണ്ടോണം. ബോംബെയിലെ പിള്ളേരെക്കാൾ നല്ല സ്മാർട്ടാ ഞങ്ങള്. ബോംബെയിലെ പിള്ളേരാ നല്ല സ്മാർട്ട്. എന്നാ നോക്കട്ടെ, ഒന്ന് നമുക്ക് നോക്കാം. ആരാ ബഹ്റൈനിൽ ആരാ വാക്യം പറയുന്നേ? കൈ ഒന്ന് പോകിക്കേ, പെട്ടെന്ന് കൈ പോകിക്കേ. നമുക്ക് ഹെൽപ്പ് ചെയ്യാം, ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാം. കമാൺ. ആരാ ഹോസ്റ്റ്? ഒന്ന് ദയവായി അവരെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആരാണ് പറയാൻ താല്പര്യപ്പെടുന്നെന്ന് വെച്ചാൽ ഒന്ന് ഓർഗനൈസ് ചെയ്യണേ. You can just raise your hands. Come on, who wants it? നാൻസി, ബറ്റീന, അവിടെ ഒരാൾ കൈ പൊക്കി, ചെറുതായിട്ടൊരു കൈ പൊക്കി. ഞാൻ പറഞ്ഞില്ല ബോംബെയിലെ പിള്ളേരാ നല്ലതെന്ന്. സപ്പോർട്ട് ചെയ്യേ. ഹലോ, ക്രിസ്റ്റൽ ആണെങ്കിൽ കൈ പൊക്കിയിട്ടുണ്ട്. ക്രിസ്റ്റലിനെ ഒരാൾ ഇൻവൈറ്റ് ചെയ്ത് ക്രിസ്റ്റൽ ഇപ്പം പറയും. കമാൺ. ബോംബെയിലെ പിള്ളേരെക്കാളും ഇപ്പൊ ബഹ്റൈനിലെ പിള്ളേരല്ല. കമാൺ. ക്രിസ്റ്റൽ അൺമ്യൂട്ട് ചെയ്തോ. റൈറ്റ്. ഒന്ന് അച്ഛാ ആ ബാക്കി ഒന്നുകൂടെ പറഞ്ഞേ. ക്രിസ്റ്റലെ ഒന്ന് പറഞ്ഞേ. ദിസ് ഈസ് വാട്ട് ദ ലോർഡ് സേസ്. പറഞ്ഞേ ദിസ് ഈസ് വാട്ട് ദ ലോർഡ് സേസ്. പറഞ്ഞേ ദിസ് ഈസ് വാട്ട് ദ ലോർഡ് സേസ്. പറഞ്ഞേ. വേറെ ആരെങ്കിലും പറയാൻ പറ്റുമോ? വേറെ നോക്കട്ടെ, ആരാ പറയാൻ പറ്റുന്നേ? Hannah and Hosea. Can you say? Yeah, here we go. Hannah and Hosea. Come on, say it. This is what the Lord says, your Redeemer. The Holy One of Israel. I am the Lord your God who teaches you what is best for you. അടിപൊളി. സത്യത്തിൽ പ്രിജോയെ സമ്മതിക്കണല്ലോ. പിന്നല്ല, ഞങ്ങൾ വേറെ പിള്ളേര് ചില്ലറക്കാരാണോ? അത് ശരിയാ. ഞങ്ങൾ മിണ്ടായിരിക്കുന്നേ ഉള്ളു കേട്ടോ. All right. Okay, so we are going to the next. So Solomon അച്ഛാ എവിടെയാ? ഒന്ന് തപ്പി നോക്കിക്കേ. എല്ലാരും സോളമൻ അച്ഛനെ കൈകൊട്ടി വിളിച്ചേ. Hello. Wonderful. Hi everyone. Hello. പറഞ്ഞോ. How are you everyone? ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാമോ? If you are hearing my voice, please text me or thumbs up, show your thumbs ups. Wow, great. പ്രിജോ അച്ചാ, നമ്മുടെ സ്ക്രീൻ ഷെയറിംഗ് റെഡി ആണോ? Screen sharing ready ആണ്. 2 minutes. Yeah, it's ready. Okay. Thank you. Intro എടുത്തോ. Yeah. Okay, everyone, are you ready? Are you ready? Oh yes. എല്ലാവരും ഒന്ന് കാണിക്കാമോ? Can you show everyone? Are you ready? Okay. Yes. Now we are. Oh, very good. Now we are in fun zone. Now we are in fun zone. എത്ര പേർക്ക് ഗെയിം കളിക്കാൻ ഇഷ്ടമാണ്? Game കളിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്? How many of them like to play games now? Wow, everyone interested. Joanna, Swama. Wow, great. Milan, Manna, everyone is like to play game. I know it's so difficult to play games outside now. But I'll arrange one game for you,
and it would be a great game. And how many of them have know the ideas, knowledge about the Bible? I will show some PPTs, and you have 15 seconds to answer it. And you have to think the proper and correct answer, and you have to type it in the chat box. If you are typing the correct answer first, you will get 1,000 points. And preacher will note down the points, note down the person, those who are typing first. Okay, so can we start? Right. Okay. Can we just also give an example for them? Okay, we'll give the first one as an example. Yes, yes, yes. Show the first one. There's a picture. Calf, CLF. What is it all about? It belongs to a story in Bible. In all Wonderful. Wonderful. We got the first answer. Aaron. Aaron has said golden calf. Okay, so the game is, it is written calf over there, and it is written in golden color. So it is about golden calf. Wonderful. Okay. So we are going into the next picture. Yes. Yes. Bush. Can you answer it? Joanna, wonderful. Joanna gets 1,000 points. Joanna, yes. Joanna got 1,000 points. Ellaru onnu kai adichu Joanna onnu appreciate cheyamo. Joanna got 1,000 points. Okay. Yes, next one. It's very colorful. Wow, Joanna again. Tracy, wonderful. Again, Joanna. Okay, I think Joanna is also again another 1,000 points. We can give Tracy also 500 points. Yes. Okay. Yes, sure. 500 points for Tracy. Wonderful. It's a very colorful coat. Colorful coat. എവിടെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? Colorful coat. It's a story in Joseph's story, right? Right. Coat, yes. Very good. Okay. Very good. Jeremy, yes, Agnes, Alvin. Okay. Everyone is answering. Next one. Thank you, guys. Moving to next. Yes. Next Tree one. of Look at the Life. picture. Wonderful. Adona. Wonderful. Who answered it? Adona and Stephen. Wow, Tree of Life. Adona gets 1,000 points. Very Yes, good. again, John Very is good. also there. Yeah, very good. Very good. Okay. Next one. Look at the picture. Prophets is written there. Find the answer. Correct answer. Okay. This is a little hard. Maybe. Think out of the box. Think out of the box. Think out of the box. Ajaja, Quizmaster also gets points, right? No. I don't want points. I would like to give points. Wow. Okay. Oh. Time's up. Time's up. No one didn't answer. Okay. These prophets. Okay. We'll go to the next one. I will. We'll skip One this. second. I should give the answer, right? Yeah, sure. In big letters in Bible, there are two types of prophets. First one is major prophet, and minor prophets. Yeah. Right. So answer Right. is minor prophet. Okay, next slide. Next slide. one. Yes. You can see why. Come on, try. Think out of the box. Think out of the box. Think out of the box. How many 10. numbers are there? A small clue. Okay. 9. Millen is getting close. It's Yes, a getting men. lost. Very good.
Men is there. Wise men. Wow. Okay, that's close. Angela is good. Angela gets 10 points. 1,000 points. Angela got 1,000 points. Angela got 1,000 points. Fine. It's four It's wise four men's. wise men. Four wise wise men's. Okay. Right. Yeah, this is interesting. Come on. This is interesting. Look at the picture and think out of the box. Lion's Den. Daniel in the lion's den. Adonai get the correct answer first. Adonai, yes. Adonai gets again Adonai got 1,000 1,000 points. Very good. Very good. And very Alvin good. is Right. also there. Daniel in lion's den. Very good. Next slide. Okay, we're going to the next one. Oops, sorry. Look at the text. Look at the shape. No. Yeah. Ark of the Alan Shibu, Ark of the Covenant. That's Alan correct. Shibu got the correct answer. Ark of Right. Covenant. He's got 1,000 Okay, points and the again. last one. We're going to the last one, right? Okay. Yes, last one. Yes. Forever, Yes, Benisha. forever. Wonderful, wonderful. Forever. Forever, Benisha. Benisha. Right. Benisha. We are okay. We are going to read the points. We'll see how many of them got the points. Aaron got 1,000 points. Joanna got 2,000 points. Tracy Wow. got 500 points. And Adona got 2,000 points. Angela got 1,000. Alan got 1,000. Benisha got 1,000. Wonderful, guys. We're going to do one last thing, okay? Before we hand over it to Rani Jain, we're going to do one last thing. I'm just going to make you run to all over your house, okay? You're just going to run all over your house, okay? ഞാനൊരു സാധനം പറയും, okay? Just go run and pick up the thing and bring it in front of the camera, okay? So, first, go get a pen. Come on, who's going to get me a pen? Go run, take a pen and come. Fast. Wow, Melon Thomas got a pen. Hannah, oh, that was very easy. Okay, second object. 1 glass of water. Run to your kitchen, go get a glass of water. Let me see who is going to get the glass of water. Come on, run. Wonderful. Stephen got, oh, Stephen already had a glass of water ready with him. Wow, good. Right, go get a ball. A third item is a ball. Go run, get a ball. Who has a ball with them? Come on. Let's see who has a ball with them. Run and get a ball. Wow, Manna has a ball. She got a ball. Wonderful. Okay. 5 items, 2 more items, the second last item, okay? I want you to run to your house and go get a mask. You're supposed to have a mask now, okay? It's time of Corona. You have to have a mask. Come on, who has a, wow, Nancy got a mask. Stephen got a mask. Wonderful. Saumin got a mask. Good. Absolutely good. Wonderful. Now, and the last object, okay? Run and get your Bible. Let me see who all has their Bible very close to them. Wow. Very good. Jovacha, I saw your Bible. Thank you. Wow. Wonderful. Agnes, wow. Very good. Thank you so much. My dear friends, we said so many items. We ran for so many items. But when I said the Bible, you all took your Bibles very quickly. It was very close to you. It is very important to have the Bible very close to you, because when Bible is close to you, God will be your teacher and he will guide us in wherever our hardships are. Wherever we need his support, he will guide us. I request Rani Jain to come up and take over the session. Give a big clap for Rani Jain. Wow. Hey, come on, friends. Hope you're all good and doing great. So great to see you. So I know that we all are tired with this pandemic, which really takes all our fun time in Sunday school and stuff, right? But till this day, our Sunday school is coming to your home. That's a great thing. So we already met all of our different group of friends.
Can you hear me clearly? Can I see a thumbs up if you're able to hear me clearly? Yes, we can hear you. Great. Thank you so much. Thank you so much. Good job. So we had a good time of singing. So our Sam Session, he taught us a very good song, and we had a wonderful, blessed word song. And we heard about a lot of great things there. Who is the greatest teacher we ever had? We are a student, and the Word of God, the Bible is our textbook. That's what we learn. That's great. That's wonderful. And after that, we learned a verse from the Bible. Awesome. Then we had a time of play. We had a play time. That was good. So now, before going, I'm just going to introduce you my friend here. How many of you want to meet my friend today? Let me see your hands. If you really want to meet my friend, just raise your hands. I just want to introduce my friend to you. Wow. Can you raise your hands, everyone? Oh, God. Right. So I'm so sad. I'm sorry. I was thinking to show you my friend, but none of you are even, I can't even see you. Then how I can introduce my friend to you? Can you put all your cameras on? I want you to put your cameras on. Then only you can see him, right? Yeah, he just want to meet you too. Put on your cameras, everyone. Come on. Every camera's on. Good job. See, the screen is getting very clear now. Everyone, put on your cameras. Great job. Good going. Thank you. Okay, so before I invite my friend, I just want to show you what is going to be the situation of a friend who is not able to accept God as his teacher. There are friends in this world who is not ready to accept God as their teacher, who is not ready to obey the word of God and see this word of God as the textbook which we need to follow. Such people are called the people who don't believe in God. Their life will be so messy like this. Yeah, I have a board with me, right? You can see the board. What is written over there? Can you please read it loudly? Lazy, hateful, confused. Yeah, good job. Yeah, they'll be lazy. What is meant by lazy? Laziness means, doing things in a very, very, very unorganized manner. Whatever they do, it will be so irritating, annoying. Laziness is not good for anyone. And those people will be hateful. They will be angry with everyone, even to their brothers and sisters, even to their parents, to their friends. Yeah. And the other thing about such kids are they'll be confused. They'll be confused ones. This one or that one. What I need to do? Which one will be the right thing? God is the one who teaches us the right way for life. He is the one who leads us to the life purpose. So this is the situation of a person who is not ready to accept the lordship of Jesus Christ in his life. So every human being is like this. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ. There is no one who is able to do the right thing. Then who helps us to do the right thing? Who helps us to come out of this? Jesus. Can you shout the name Jesus? I want you to say it out. Shout it out. Jesus. All right. You don't need to unmute the thing. You can just shout it out of there in your room itself. Can you shout Jesus? Chat box. Jesus. Chat box. Good job. You don't need to unmute the platform. You just need to shout it out of there. All right. So anyway, this friend who is really lazy and hateful and confused, he decided to invite Jesus into his life. And you know what difference it makes? Yeah. So as I told you, what color is this? What color is this? Red color. Yeah. Type it down in the chat box. Great. Wonderful. Red color. What's the color of blood?
The blood's color is red, right? Bible says the blood of Jesus can cleanse all your sins. A person who is lazy, hateful, and confused came to the Lord. When the Lord's presence went into his life, you know what happened? There came a lot of difference. Yeah. He covered his life with his blood. When you invite Jesus into your life, he will cover his life, your life, with his blood. All the stains of sin will be taken away. Jesus paid the price on the cross. And that price is enough for your life too, my life too. Even now, if you're able to believe in him, he will make that difference. That's what I just want to tell you today. See, the blood of Jesus can cleanse all your sins. When we accept Jesus as our personal Savior, when his blood covers you, we sing like this, what can wash away my sin? Nothing but the blood of Jesus. When Jesus covers your life with his blood, you know what happens? Something great happens there, man. What's that? Can you read it now? Life became joyful, peaceful, and hopeful. All the evil things went away and life became new when the presence of Jesus came to our life. So this difference can be brought just through the blood of Christ, only through the blood of Christ. So whoever wants to believe in the Lord today, let me tell you, you are the blessed ones, my friends. You're going to make a difference. God bless you. And I just want to invite my friend now. Friend, are you coming? No, hey, come on, no, don't say no. Okay, everyone is waiting for you. I think some of you, even you didn't open the camera now. Okay, come on, put your cameras on. Let me introduce my friend. Friend, can you please come up? They're waiting for you. No, come on, don't say no. They're just waiting. Come up. Everyone is looking for you. All right, so friend, all right. Come. Don't worry. They're all good children. Come on, baby. Right, and my friend is here. All right. Hello. Oh, she's saying hello. Can you say hello to her? Wave your hands and say hello. Uncle. What happened? What are they doing? They're just learning from the virtual Sunday school. Virtual Sunday school? Yes, virtual Sunday school. Did you ever heard about that word? Yes. Okay. So virtual Sunday school is a Sunday school which we conduct in our homes. You know, the Sunday school is going to individual homes and teaching them about Bible. Really? Yes. You know, all our pastor uncles and teachers and students, everyone is waiting for you. Raju Pastor is there. You saw him? Yes. Okay, good. Thank you. Not only Raju Pastor uncle, all the teachers are there and all the students are there. Alvin, Alina, you saw them? Great, good job. Hannah. Oh, Hannah, you saw Hannah too? Great. All these friends are there. They're all excited in seeing you too. All right. So, what do you want to tell them today as students of the Sunday school? My name? Oh, your name. Good. Can you tell me your name? What's your name? My name is. Your name is. What happened? I forgot it. You forgot your name. That's bad. Normally, we don't usually forget our names, right? Can you tell me what's your name? Your name is Christy. All right. Her name is Christy. Good job, Christy. Thank you so much for coming to our virtual VBS, virtual Sunday school. So these kids are really blessed kids. You're right. Okay. Do you love these ones? Yes. Oh, okay. You love them. Wonderful job. So they all really loves to see you too. You know, Crystal is looking and smiling at you. She's great. Wonderful. Yeah. All right. So today we were learning about a school. Wonderful. We were learning about a school. And come on, what happened? God is our teacher. God is our, oh my goodness. How you came to know about it? I was listening. You are listening. Good. So, and not only God is our teacher, then we are the students. No. Yes, we are the students. I'm the student. That's what we learn. No. Come on.
That is what our Chechi taught us, right? We learned that Word of God is the textbook. What happened? Why you're saying so? I am the student and Word of God is the textbook. No. Why are you crying? Come on, tell me. Uncle, what happened? I can't learn Bible. You can't learn Bible, but you know memory verses, right? Yes. You know memory verses, but you can't learn the Bible. Why are you saying so? I can't do that. You can't do that, but we can do that, right? We can learn from the Bible. Am I correct? Yes or no? Say yes or no. Yes. There are friends saying, yeah, we can learn from the Bible, but you're saying you can't. Why? Because you're a puppet. Oh, you're a puppet. That's why. Okay. All right. But don't worry. You know, we can do that. You know why? Because we are human beings. We are boys and girls who can follow the Lord and pray to Him and obey Him. But as you said, you are a puppet. You are not a living being. But let me ask you a question. How can you talk then? It's a technique. Oh, it's a technique. That's how she's talking. Good. Thank you. But you know, the Bible says that we can trust in God. We can learn from God. And we are students of God's word, and we can obey God in different aspects. Really? Yes. So can you say bye-bye to our friends? It's time to close our Sunday school show. Can you say bye-bye? No. Why? I love them. Oh, you love them, so you're not able to say no to them. Good job. We're so happy that you said you love us. Okay, all right. So still stay there. Just be silent and sit over there. We're just going to have the concluding session now. We're just going to look at something serious. Okay. So can you say bye-bye to her? Everyone, can you wave your hands and say bye-bye? Bye-bye, Christy. Thank you. All right, Christy, take some rest and be there, my friend. Okay, friends, Christy is there listening to us even now. Okay, so in today's Sunday school, we learned that we are students and the Word of God is our textbook, and God is the one who teaches us. The Bible says that every one of us is like a candle. I have a candle with me. What's the specialty of a candle? Just after every session, the length of the candle will come down, right? The length of the candle will come down, and one day it will be finished. Every one of us need to leave the life one day from this earth. The question is, are you ready for the life after the death? Are you really did you ever thought about living a life after the death? The Bible says that the life never ends here. There's a life coming up. How many of you want to pray with me today? Lord, give me the ability to know you more and to live a life with you so that I can cross this world and come to you one day once the life in this earth is over. How many of you want to pray with me today? Can you please all close your eyes for a moment? We're just going to pray for a while. So before going to the final prayer session, I request all the friends to invite your parents. If they are there, if your parents are there, your daddy, if they're not there to see the things, you go and get them. This is the time. Call your parents. Call your parents. This is the time to pray together. We're coming to as in virtual Sunday school. All the suggestions and Chechi and all the team members and our pastor and everyone, we are coming to your home to have a wonderful prayer time. Can you please call all your parents now? This is the time for that. Sam. എല്ലാവരും അവരവരുടെ പാരന്റ്സിനെ കൊണ്ടുവന്നേ. Bring your parents as well. എല്ലാവരും പപ്പയും മമ്മിയും വിളിച്ചേ. Perfect. Now I want you all to stand up. Come on, stand up.
പപ്പയും മമ്മിയും വിളിച്ച പിന്നെ എണീറ്റ് നിൽക്കുക. Let's all stand up in the presence of God and close your eyes. Close your eyes. ഇന്ന് നമ്മൾ ദൈവവചനം പഠിച്ചത് Word of God is a textbook. God is our teacher. We are as students. The Bible is the best manual that we can ever have. Can we say to God, Lord, ദൈവമേ, അങ്ങനെ വചനത്തിൽ നിന്ന് എന്നെ പഠിപ്പിക്കണമേ. Lord, you help me to make the right choices. You help me to make the right decision, Lord. എല്ലാവരും കണ്ണ് അടച്ച്. Let's all close your eyes. Call your parents, close your eyes. Sing this song along with us. തിരുകരത്താ വഹിച്ചു എന്നെ തിരുഹിതം നടത്തണമേ. തിരുകരത്താ വഹിച്ചു എന്നെ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ പഠിക്കണം. കുശവൻ കയ്യിൽ കളിമണ്ണു Come on, close your eyes. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. All the kids, all the teens, come on, pray. തിരുഹിതം പോ നടത്തണമേ. കുശവൻ കൈ അനുദിനം നീ പാലിക്കണമേ. കുശവൻ കൈയിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പാലിക്കണമേ. I request all the parents, എല്ലാ parents
അവരെ നിങ്ങളുടെ മക്കളുടെ മേൽ ഒന്ന് കൈവെക്കാമോ? Can you lay your hands on your children right now? നിങ്ങളുടെ മക്കളുടെ മേൽ തലമേൽ ഒന്ന് കൈവെക്കാമോ? Can you place your hands on your children, on your kids? All the parents. And pray for your kids. Pray for your kids. Pray for your teens. Let's pray that the Holy Spirit may guide them. Parents ആയ നമ്മൾക്ക് എപ്പോഴും നമ്മളെ മക്കളെ ഗൈഡ് ചെയ്യാൻ പറ്റത്തില്ല. There will be times when they will be alone. And that is the time when God will be their teacher, Bible will be their manual, and while they are themselves students. They have to make a lot of choices in their life, and they need our prayer. അവർക്ക് ഇഷ്ടംപോലെ ജീവിതത്തിൽ decisions എടുക്കാനുണ്ട്. Let's pray that they may take godly decisions. തിരുഹിതം പോലെ നടത്താൻ നമുക്ക് let's pray to God. Let's all pray. Come on, let's all close your eyes. All parents, all the kids, all the teens, come on, close your eyes and let's ask God to lead us. One last time. Tirukarata vagichu enne tiruhidam po nadathename Praise the Lord. Praise the Lord. I request everyone to close your eyes. എല്ലാ പ്രിയപ്പെട്ടവരും സമയം കൂടെ കസേരകളിൽ ഇരിക്കുകയാണെങ്കിൽ can you please stand up for a while? Can you please stand up? അല്പസമയം ദിവസത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുമായി നമ്മൾ ദൈവത്തിന് നിൽക്കാറുണ്ടോ? ഹല്ലേലൂയ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലം. അങ്ങനെയാണെങ്കിൽ എന്റെ മാതാപിതാക്കളെ, നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രതിഫലവും അനുഗ്രഹവുമാണ് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കുന്നതാണ്. പക്ഷേ ഒരു നിമിഷം കൂടെ നമ്മുടെ ദൈവത്തിന്റെ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങൾക്ക് അവരെ ഒന്ന് വേണമെന്ന് ഹഗ് ചെയ്ത് പ്രാർത്ഥിക്കാം, അല്ലെ അവരുടെ കരങ്ങളെ പിടിച്ച് പ്രാർത്ഥിക്കാം, അവരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ കെടുതിയുടെ സമയത്ത്, ഈ മഹാമാരിയുടെ സമയത്ത്, God, when we are facing these difficulties from every area, ഞങ്ങളുടെ കരങ്ങളിൽ കാര്യങ്ങൾ നിൽക്കാത്ത ഈ സമയത്ത് ഞങ്ങളുടെ ഈ മക്കളെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ വിലയേറിയ ദാസനോട് ചേർന്ന് ട്രാൻസ്ഫോമേഴ്സ് ടീം ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ കൈകൾ വെച്ചിരിക്കുമ്പോൾ, അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, കർത്താവേ, ഹല്ലേലൂയ, അവരുടെ മക്കളെ അവർ ചേർത്ത് പിടിക്കുന്ന പോലെ എന്റെ ദൈവം ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതോട് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ മക്കളുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്മാരുടെ നിലയിൽ ഞങ്ങൾ ഈ മക്കളെ ഓരോരുത്തരെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദിനങ്ങളിൽ കർത്താവെ, ഞെരുക്കത്തിന്റെ ദിവസങ്ങളിൽ നീ എനിക്ക് വിശാലത വരുത്തി എന്ന വചനങ്ങൾ വനത്തിൽ വായിക്കുന്ന പോലെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഹൃദയം വിശാലമാകണമേ. കർത്താവെ, അവരുടെ ബുദ്ധിശക്തി വികസിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം ഒരു കുറവുണ്ടാകില്ലേ കർത്താവെ. അവരുടെ ജീവിതത്തിൽ ഇത് ഞെരുക്കത്തിനെല്ലാം നന്മയ്ക്ക് കാരണമാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുന്ന കുടുംബങ്ങളെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കൊച്ചു മക്കളോട് ചേർന്ന് കർത്താവേ, ഞങ്ങൾ ശുശ്രൂഷിച്ച ദൈവവചന ശുശ്രൂഷ ഈ കുഞ്ഞു മക്കളോട് ചേർന്ന് ഞങ്ങൾ ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ അപ്പന്റെ അമ്മയുടെയും വേദന കണ്ടു വളരുന്നവരാണ് ഇവര്. കർത്താവേ, ജോലിയുടെ കാര്യത്തിൽ വിഷമിക്കുന്ന കുടുംബങ്ങൾ ഞങ്ങളുടെ കർത്താവെ ഈ ചേർച്ചിനകത്ത് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവം ആശ്വാസം കൽപ്പിക്കണമേ. ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യണമേ.
കർത്താവേ, ദാസനെ കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ചർച്ചിനെ സെർവ് ചെയ്യേണ്ട അവസരം ദൈവം നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കെടുതി ഒഴിഞ്ഞു പോകണമേ. ഇതിന്റെ മുകളിൽ ദൈവം ഞങ്ങൾക്ക് ജയം നൽകണമേ. ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിൽ ഇതിനെ അതിജീവിക്കാൻ ഇടയാകണമേ. ആരും കർത്താവേ ഇതിൽ തളർന്നു പോകാൻ ദൈവം അനുവദിക്കല്ലേ. ഹൃദയം ഭാരപ്പെട്ടും ക്ഷീണിച്ചും ഇന്നത്തെ ദിവസം കർത്താവേ ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം ദൈവശക്തി അവരിലേക്ക് വ്യാപിക്കണം. യേശുവിൻ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടണമേ. അവരുടെ മുന്നിലുള്ള തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ എടുത്തു മാറ്റപ്പെടണം. ഞങ്ങൾ അറിയുന്ന കർത്താവെ, ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോഴും അങ്ങയുടെ മക്കളെ കരുതിയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഞങ്ങൾ ദൈവത്തിൽ വായിക്കുന്നുണ്ട്. ചുറ്റുമുള്ള സകല കാര്യങ്ങളും എതിരായി നിൽക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവർക്ക് വഴികൾ ദൈവം തുറക്കണം, അത്ഭുതകരമായി നടത്തണം. ഒരിക്കൽ കൂടെ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവരുടെ മാതാപിതാക്കളെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും. നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ. താങ്ക് യു സോ മച്ച് ചർച്ച്. BPC ചർച്ചിന് പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അങ്ങനെ ചെയ്യുന്നു. ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഞങ്ങളോട് സംസാരിക്കുകയും അതിനുവേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്ത സോജിബ്രദറിന് പ്രത്യേകം ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇനിയും കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള DBSകളും അതുപോലെ തന്നെയുള്ള കിഡ്സ് വർഷിപ്പ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ദിവസങ്ങളിൽ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫ്രം എ ഹാർട്ട് for Team Transformers, പ്രിയ സാം, പ്രിറ്റി സിസ്റ്റർ, പ്രിയ റെനി ജോസഫ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സോളമൻ, പ്രിയ പ്രിജോ, ഈ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. God bless you, church. Bye. Pastor, can you please take over the meeting? Thank you, Team Transformers. It was a very nice session. It was very wonderful. It was very useful for us. Very thank you so much for your entire team members. May God bless you abundantly. Now I would like to call our Sunday school secretary, Ms. Shiny Benny, come forward to say a vote of thanks. Shiny Benny. Hello. Yeah. Praise the Lord. I think all can hear me. My voice is audible? Audible. Okay. Greetings to all of you in the matchless name of our soon coming Lord Jesus Christ. It was a great time we had spent here with the team of Transformers, moving away with all the constraints. Transformers delivered most enthusiastic and I believe energetic message to our Sunday school children. It was a great blessing. I would like to thank all the team members, Pastor Rennie Wesley, Brother Sam Zakaria, Sister Preeti Sam, Brother Solomon, Brother Rennie Joseph, and Brother Prijo for the great time you have given to our children. It was a great learning, good blessing, the song that you taught, that action song, the game, the word of God delivered. It was a great blessing to our children. May the Lord bless you all in abundance. Like Pastor Rennie said, to have a hopeful, peaceful, and a joyful life, you need to invite Jesus into our life. So children, it is time for all of you to invite God into in your life. Not only for the children, but for the youngsters who are there, for the parents who are here. May the Lord bless all of you through this word of God and that session that done through for our children. May the Lord once again let the God use this Transformer team in abundance. May the Lord bless you once again. Wow. Thank you, Shiny sister. Thank you so much. ദൈവം ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബഥേൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ബഹ്റൈനിൽ വളരെ സുദീർഘമായ രീതിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ നമ്മൾ ഈ ബഹ്റൈൻ പ്രദേശത്ത് ചെയ്തു വരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും 10 മണി മുതൽ 11:30 വരെ നമ്മുടെ സൂം ആപ്ലിക്കേഷൻ ത്രൂ നമ്മുടെ സൺഡേ സ്കൂള് ഉണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കുഞ്ഞുങ്ങളും
നെക്സ്റ്റ് ഫ്രൈഡേയിലും തുടർന്നുള്ള ഫ്രൈഡേസിലും കടന്നു വന്ന് ഞങ്ങളോട് ഒന്നിച്ച് നമുക്കൊന്നിച്ച് കുഞ്ഞുങ്ങളുമായി ഒന്നിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ നമ്മുടെ സഭയുടെ അസിസ്റ്റന്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ കുര്യൻ ജോൺ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രിയ കുര്യച്ചാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, കോവിഡിന്റെ സമയത്ത് ലോകം മുഴുവൻ ഭാരത്തിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായ ദിവസം കടന്നു വരുവാനും കർത്താവ് വെച്ചൽ സൺഡേ സ്കൂളായി കൂടുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിന് നേതൃത്വം നൽകിയ ട്രാൻസ്ഫോമേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സംഘടനയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. ആ ടീമിനെ ദൈവം അനുഗ്രഹിക്കണേ. പാസ്റ്റർ കർത്താവെ, റെനി വെസ്ലി കർത്താവെ, മറ്റേ സാം, സിസ്റ്റർ പ്രിറ്റി, ഹല്ലേലൂയ, സ്തോത്രം, പ്രിജോ, സോളമൻ, റെനി ജോസഫ്, അങ്ങനെ എല്ലാ പ്രവർത്തകരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സൺഡേ സ്കൂൾ കർത്താവ് നടത്തുവാൻ ദൈവം അവരെ സഹായിച്ചു. എല്ലാ പ്രോഗ്രാമിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, യേശുവിനെ ചാരി ജീവിപ്പാൻ, കർത്താവിനെ അനുസരിച്ച് ജീവിപ്പാൻ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ദൈവം നടത്തുന്ന വഴിയിൽ ബൈബിൾ അനുസരിച്ച് ജീവിപ്പാൻ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഈ സൺഡേ സ്കൂളിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബദേൽ സൺഡേ സ്കൂളിന്റെ കർത്താവെ എല്ലാ പ്രവർത്തകരെയും ടീച്ചേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത, ഈ സൂമിൽ പങ്കെടുത്ത എല്ലാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതിന്റെ മാതാപിതാക്കളെയും കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാ പ്രോഗ്രാമിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കർത്താവെ ട്രാൻസ്ഫോമേഴ്സിന്റെ പ്രവർത്തകരെ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടത്ത പ്രവർത്തനങ്ങൾ കർത്താവെ വിപുലമായി തീരുവാൻ, അനേക കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം വീണ്ടും വരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ കർത്താവെ ഇരുന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ മീറ്റിങ്ങിനായി ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ കരത്തിലടിയങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങ് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും കാവലും നാം ഓരോരുത്തരോടും കർത്താവ് ഇന്ന് പ്രോഗ്രാം ചെയ്ത ട്രാൻസ്ഫോമേഴ്സിന്റെ എല്ലാ മെമ്പേഴ്സിനോടും ഇപ്പോഴും എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സൺഡേ സ്കൂൾ ഇത്രത്തോളം അനുഗ്രഹമാക്കി തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. God bless you all.